തൃശൂർ നഗരത്തെ ആകെ മുൾമുനയിൽ നിർത്തി ആനയെ തളച്ചു. ആനയെ ഉടൻ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റും. വെറ്റിനറി ഡോക്ടർ എത്തി ആനയെ പരിശോധിക്കുകയാണ്. വാഹനങ്ങളും വീടിന്റെ മതിലും തകർത്ത ആനയെ 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് പാപ്പാന്മാർ തളച്ചത്. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷബാസ്, ഏതാണ്ട് 1.5 മണിക്കൂർ വലിയ പരിഭ്രാന്തിയാണ് ആനയുണ്ടാക്കിയത്. വാഹനങ്ങൾ തകർത്തു, വീടിന്റെ മതിലിന് കേടുപാട് സംഭവിച്ചു, അങ്ങനെ പലതും. ഇപ്പോൾ ആനയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ആനയ്ക്ക് തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വെറ്റിനറി ഡോക്ടറെ പരിശോധിക്കുന്നു എന്നാണ് വിവരം. തീർച്ചയായും അത് മണിക്കൂറുകളോളം ഈ വിയ്യൂർ ദേശത്തെ പരിഭ്രാന്തി പരത്തി മുൾമുനയിൽ നിർത്തിയ ആനയെ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയെ ഉടൻ തന്നെ ഇവിടുന്ന് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ആനയുടെ പരിക്കുകളും ആരോഗ്യസ്ഥിതിയും അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെയും ഒപ്പം വെറ്റിനറി ഡോക്ടർമാരുടെയും എലിഫൻസ് സ്ക്വാഡിന്റെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പനേരത്തിനുള്ളിൽ തന്നെ വാഹനം എത്തിച്ചുകൊണ്ട് ആനയെ മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണിയോടെയാണ് ഈ വർക്കല സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന യാന പരിഭ്രാന്തി വരുത്തിക്കൊണ്ട് വിരണ്ടോടിയത്. അവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തൊഴിക്കാനായി എത്തിച്ച ആനയായിരുന്നു. അതിനിടയിൽ കുളിച്ച് തിരിച്ചു മടങ്ങുന്നതിനിടയിലാണ് ആന വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് മണിക്കൂറുകളോളം ഈ പ്രദേശത്തെ ആകെ പരിഭ്രാന്തി വരുത്തിക്കൊണ്ട് പല വഴികളിലൂടെ ഓടി നിരവധി വാഹനങ്ങളാണ് ആന തകർത്തത്. ബൈക്കുകളും ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഒക്കെ നിരവധി തകർത്തിട്ടുണ്ട്. ഒപ്പം പ്രദേശത്തെ വീടുകൾക്കൊക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പല വീടുകളുടെയും കോമ്പൗണ്ടിൽ അകത്തു കയറിക്കൊണ്ട് ഷീറ്റുകളും മറ്റ് മതിലുകളും ഒക്കെ നിരവധി തകർത്തിട്ടുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് ആന ഉണ്ടാക്കിയത്. വലിയ ആളുകളൊന്നും ആനയുടെ മുന്നിൽപ്പെട്ട അപകടമൊന്നും ഉണ്ടായില്ല എന്നത് വലിയ ആശ്വാസമാണ്. ആളുകൾ അഭയം വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചെറിയ ഇടവഴികളാണ്. ആ ഇടവഴികൾ പൂർണ്ണമായും ആന കൈയടക്കിയ സാഹചര്യമായിരുന്നു. നിരവധി വീടുകളും ആളുകളും ഒക്കെയുള്ള സ്ഥലമാണ്. ജോലിക്കാരും മറ്റുമൊക്കെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാനപ്പെട്ട വഴി കൂടിയാണ്. ഈ പ്രദേശത്ത് ആന ഈ വഴികളിലൂടെയൊക്കെ ഓടുന്നത് വലിയ പരിഭ്രാന്തിയായിരുന്നു, വലിയ അപകടാവസ്ഥയായിരുന്നു. അങ്ങനെ ആളുകളൊന്നും തന്നെ ആനയ്ക്ക് മുന്നിൽപ്പെട്ട് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസമാണ്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ശ്രമം, 3 തവണ പപ്പാന്മാർ കാലിൽ വടം കെട്ടിക്കൊണ്ട് ആനയെ തളയ്ക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ അത് പൊട്ടിച്ചുകൊണ്ട് ഒടുവിൽ 3ാമത്തെ ശ്രമത്തിലാണ് ആനയെ പൂർണ്ണമായും ശാന്തരാക്കാനായത്. പിന്നീട് അതിനെ അനുനയിപ്പിച്ച് വെള്ളമൊക്കെ തളിച്ച് വിവരങ്ങൾ നൽകുന്നത്. നമ്മൾ 1-2 ആഴ്ചക്കുള്ളിൽ ഇത് 2ാമത്തെ വാർത്തയാണ്. ഈ തരത്തിൽ ജനവാസ മേഖലയിൽ ആന വിരണ്ടോടിയതും പരിഭ്രാന്തി ഉണ്ടാക്കിയതും വാഹനങ്ങൾ തകർത്തതും ഒക്കെയായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നത്. എന്തായാലും 1.5 മണിക്കൂറിന് ശേഷം ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരം. ആർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന്